വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. അവിയല് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമായിരിക്കുമല്ലോ അല്ലേ? ഓണത്തിലെ നെക്സ്റ്റ് കുക്കിംഗ് വീഡിയോ ആണിത്. ഇത് നമ്മൾ ഒരു കോട്ടയം ഭാഗത്തേക്കുള്ള ഒരു സ്റ്റൈലിലുള്ള അവിയലാണ് ഉണ്ടാക്കുന്നത്. കുറച്ചും കൂടെ എറണാകുളം അപ്പുറം തൃശ്ശൂരേക്കൊക്കെ പോയാൽ തൈര് ഒഴിച്ചാണ് അവിയൽ ഉണ്ടാക്കുന്നത്. അങ്ങനെയല്ല, വേറെ രീതിയിലാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അവിയൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ: ഒരു 1/4 കിലോ പടവലങ്ങ, ഒരു 1/4 കിലോ വെള്ളരിക്ക, ഒരു വലിയ മുരിങ്ങയ്ക്ക, പിന്നെ ഒരു ഏത്തക്കായും ഒരു വഴുതനങ്ങയും നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. വെള്ളത്തിലിട്ടില്ലെങ്കിൽ ഇത് കറുത്തു പോവും, അതുകൊണ്ടാണ് ഇത് വെള്ളത്തിൽ ഇട്ടേക്കുന്നത്. കണ്ടോ? ഒരു 1/4 കിലോ അച്ചിങ്ങപ്പയർ, ഒരു ക്യാരറ്റ്, പിന്നെ നമ്മൾ ഇവിടെ ഒരു 10-12 മുളക് എടുത്തിട്ടുണ്ട്. എരിവിന് അനുസരിച്ച് നമുക്ക് മുളക് എടുക്കാം. ഈ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ നീളത്തിലാണ് അരിയേണ്ടത്. കണ്ടോ? ഇതുപോലെ നീളത്തിൽ എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഏകദേശം ഒരുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിന് വേണ്ട സാധനങ്ങൾ നോക്കാം. അതിന് നമുക്ക് ഒരു വലിയ മുറി തേങ്ങ, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയുള്ളി, ഒരു ചെറിയ ടീസ്പൂൺ ജീരകം. ഇത്രയും സാധനങ്ങളാണ് അരപ്പിന് വേണ്ടത്. ഇത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തില് വാളംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇനി അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് കഷ്ണങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂൺ നല്ല മുളക് പൊടിയാണ്, അതും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു പിടി കറിവേപ്പിലയോട് ഇട്ടിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളവും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ഇടാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജീരകം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇടാം. ആദ്യം ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഒരു പിടി തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് കറക്കിയെടുക്കാം. ഇതൊന്ന് ചതഞ്ഞ് കിട്ടാനാണ്. ഇത് കണ്ടോ? ഇതിപ്പം നന്നായിട്ട് ഉള്ളിയും തേങ്ങയും ജീരകവും കൂടെ അരഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ജീരകമൊക്കെ കടിക്കും. അങ്ങനെ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഇങ്ങനെ അരയ്ക്കുന്നത്. ഇനിയിപ്പം നമുക്ക് ബാക്കിയുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ അവിയലിനെ അരച്ചിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഈ തേങ്ങ ഉരുളണം. കണ്ടോ? ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഉരുളണം, അതാണ് പാകം വരുന്നത്. ഇത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചിരിക്കുന്നത്. തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അരപ്പിലിടാൻ വേണ്ടിയിട്ട്, ഒരു പിടി. ആ പിടി കറിവേപ്പില ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം അടുപ്പിലേക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഗ്യാസിലേക്ക് വെക്കാം. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. വീട്ടിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഒഴിച്ചാൽ മതി, മൊത്തം ഒഴിക്കണമെന്ന് നിർബന്ധമില്ല. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട്, ഇപ്പം മീഡിയം തീയിലാണ് വെച്ചേക്കുന്നത്, അടച്ചു വെച്ച് വേവിക്കാം. ഇനിയിപ്പം നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ, ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഇതിന്റെ ഉപ്പൊക്കെ നമ്മൾ നോക്കണം. ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട്. ഇപ്പൊ തേങ്ങ ഇട്ട് നമ്മൾ ഇളക്കി. ഇനി ഇതിൽ ചെറിയൊന്ന് ആവി വരുന്ന കണ്ടോ? ഇപ്പൊ ആവി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നന്നായിട്ട് കറിവേപ്പില ഇടണം. ഒരു പിടി, ഒരു കൈ ഫുള്ള് കറിവേപ്പില ഇട്ട് ഇടാം ഇതിലേക്ക്. ഇനിയിപ്പോൾ നമുക്ക് ഒരു 3 സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ച ഉടനെ നമ്മൾ ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. നമ്മുടെ ഈസി ടേസ്റ്റി അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാരും കണ്ടില്ലേ? ഈ ഓണത്തിന് എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോ ഈ ഓണം എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.